നമുക്കിങ്ങനെ നടന്നും ഓടിയും ചാടിയും ഫാറ്റ് കുറക്കുന്നതിനേക്കാളും വേഗത്തിൽ കുറുക്ക് വഴിയിലൂടെ ഫാറ്റ് കുറക്കാൻ പറ്റിയ, കൊഴുപ്പ് കുറക്കാൻ പറ്റിയ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നാൽ എന്താ ഉണ്ടാവും? അതിനെ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് എൽ കാർണിറ്റിൻ. ഈ എൽ കാർണിറ്റിൻ എന്താണെന്നറിയോ? ഇതൊരു ഫാറ്റിൻ്റെ, കൊഴുപ്പിൻ്റെ ട്രാൻസ്പോർട്ടറാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും കൊഴുപ്പിനെ ശേഖരിച്ചിട്ട് എങ്ങോട്ടാണ് പുഷ് ചെയ്യാമെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന എല്ലാ ഉപാപചയ പ്രവർത്തനം നടക്കുന്ന മൈറ്റോകോൺട്രിയയിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലല്ലേ ആ ഫാറ്റ് ബേണിങ് മെഷീനിലേക്ക് ഇത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കത്തിച്ചിട്ട് അങ്ങോട്ട് ആ എനർജി അങ്ങോട്ട് വിഘടിച്ചങ്ങോട്ട് കൊടുത്തു കൊടുക്കും. ഒരു സ്റ്റഡി ബോധിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ എഫക്റ്റ് ബോധിപ്പിക്കാൻ. എൽ കാർണിറ്റിൻ 12 ആഴ്ച കൺസ്യൂം ചെയ്ത ഒരു വിഭാഗം ആൾക്കാർ 30 മിനിറ്റ് നടത്തും. ഇത് ചെയ്ത ആൾക്കാരിൽ അവർ കൂടുതൽ ഫാറ്റ് കത്തിപ്പോവുകയും അവർ കൂടുതൽ സ്റ്റെബിലൈസേഷൻ കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എൽ കാർണിറ്റിൻ അടങ്ങിയ മെയിൻ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ബീഫ് സ്റ്റീക്കിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയത്. 56 തൊട്ട് 162 mg വരെ 4 ഔൺസിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ട് ബീഫ് അതിൽ 65 തൊട്ട് 74 വരെ 3 ഔൺസിൽ അടങ്ങിയിട്ടുണ്ട്. ബീഫിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയത്. പിന്നെ പോർക്ക്, പന്നിയിൽ 20 തൊട്ട് 30 mg പെർ 3 ഔൺസ്. പിന്നെ പാലിൽ വളരെ കുറച്ചാണെങ്കിലും 8 mg പെർ 3 ഔൺസ്. പിന്നെ കോഡ് ഫിഷ് അതിൽ 3 to 5 mg പെർ 3 ഔൺസ്. അപ്പോൾ ഈ ഫാറ്റ് ലോസിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ റെഗുലർ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാർണിറ്റിൻ, എൽ കാർണിറ്റിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതിലൂടെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ എൽ കാർണിറ്റിൻ സപ്ലിമെൻറ്റ് അതിൽ ഉൾപ്പെടുത്തുക.